തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ ഒത്തിരി കാണപ്പെടാറുന്ന ഒരു കളർ രൂപത്തിലുള്ള ഒരു സാധനമാണ് ഡാൻഡലിയൻ അഥവാ സിംഹപ്പല്ലെന്നറിയപ്പെടുന്ന ഈ മഞ്ഞ കളറിലെ പൂവുണ്ടാകുന്ന ഈ ചെടി നമ്മൾ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് നേരെ നമ്മൾ മുഴുവനായിട്ട് എടുക്കുക, സമൂലം എടുക്കുക, അതിൻ്റെ വേരുൾപ്പെടെ എടുക്കണം. അതിൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള വേരുകളൊക്കെ നമ്മൾ കളഞ്ഞ് വേറെ എന്തൊക്കെയോ ചെടിയുടെ വേരൊക്കെയാണ് അതെല്ലാം എടുത്ത് കളഞ്ഞ് ഇതിനൊരൊറ്റ തായ്വേരാണ് മെയിനായിട്ടുള്ളത്. ആ തായ്വേരും പിന്നെ ആ പൂ ഉൾപ്പെടെ നമ്മൾ എടുക്കുന്നു. അതിനുശേഷം കഴുകി വൃത്തിയാക്കി ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വെക്കുകയാണ്. അതിനകത്ത് 1-2 ഇലയൊക്കെ കേടായതുകൊണ്ട് ആ 2 ഇലയൊക്കെ നമുക്ക് കളയാം. പിന്നെ ഈ തണ്ട്, ഈ പൂ ഉണ്ടായിരിക്കുന്ന തണ്ട്, അതും നമ്മൾ കളയുകയാണ്. അത് വിഷമൊന്നുമല്ല, പക്ഷേ അതിന് ഭയങ്കര കയ്പ്പാണ്. കാരണം അതിന് ഒരു കറയുള്ളത് കൊണ്ട് ഒരു കയ്പ്പുണ്ട്. ആ കയ്പ്പ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി അത് കളയുകയാണ്. പിന്നെ ആ മഞ്ഞ കളറിലുള്ള ആ ഇതൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ബാക്കി എല്ലാ സാധനവും നമ്മൾ കളയുകയാണ്. ആ തണ്ടും എന്ന് പറഞ്ഞാൽ ആ പൂവിൻ്റെ തണ്ട് പിന്നെ അതെല്ലാം കളഞ്ഞിട്ട് ആ മഞ്ഞ ഇതളുകൾ മാത്രം എടുക്കുന്നു. പിന്നെ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റിയുള്ള റിസർച്ച് എവിഡൻസ് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ കാണിക്കുന്നതായിരിക്കും. ഈ 3 സാധനങ്ങളാണ് നമ്മൾ എടുക്കുന്നത്: മഞ്ഞ ഇതളുകൾ, വേര്, പിന്നെ ഇലകൾ. ഈ 3 സാധനങ്ങളാണ് നമ്മൾ ഈ ഇതിൽ നിന്ന് എടുക്കുന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾ ആഡ് ചെയ്യുന്നത് ടേസ്റ്റിന് വേണ്ടി തേന്, നാരങ്ങ, ലൈം അല്ലെങ്കിൽ ലെമൺ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ് നേരെ തിളപ്പിക്കുക. ഒരു പാത്രത്തിലിട്ട് തിളപ്പിച്ച് 1 മണിക്കൂറിന് ശേഷം അതിനകത്തേക്ക് നാരങ്ങ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലെമൺ ജ്യൂസോ ലൈം ജ്യൂസോ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ തേനും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മധുരം കിട്ടാനായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക, ആ തേനൊന്ന് ഇളകാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ 2 ഗ്ലാസ് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി ഇതിൻ്റെ റിസർച്ച് എവിഡൻസുകൾ കാണിക്കാം. വെബ്മെഡിൽ ഇതിനെപ്പറ്റിയുള്ള ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ട്. അവരതിനെപ്പറ്റി ആ റിസർച്ച് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗുണഗണങ്ങൾ എന്താണ്, അതിൻ്റെ ദോഷങ്ങൾ, ആർക്കൊക്കെ അത് ഉപയോഗിക്കാൻ പാടില്ല, പ്രഗ്നൻസിയിൽ എങ്ങനെയാണ്, എന്തുതരം അലർജി ഉള്ളവർക്ക് ഉപയോഗിക്കരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ വേറെ ഒരു സൈറ്റിൻ്റെയും കൂടെ ഉണ്ട്. അതിനകത്ത് ഹാർട്ട് രോഗികൾക്ക് എങ്ങനെയാണ്, അതുപോലെ തന്നെ മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉള്ളവർക്ക്, ടൈപ്പ് 2 ഡയബറ്റിസ്, കൊളസ്ട്രോൾ അങ്ങനെയുള്ളവർക്ക് എന്താണ്. പിന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ വിപണിയിൽ ഡാൻഡലിയൻ റൂട്ടിൻ്റെ ഹെർബൽ സപ്ലിമെൻറ്റ് ലഭ്യമാണ്. അതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതല്ലെങ്കിൽ ടീ ബാഗായിട്ടും കിട്ടും, ഡാൻഡലിയൻ റൂട്ട് ടീ എന്ന് പറഞ്ഞുകൊണ്ട്. ആ സാധനം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പറ്റുമെങ്കിൽ എല്ലാവരും ഇത് ഇത്ര സുലഭമായതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കും.